600-700 കോടി മുടക്കി എടുക്കുന്ന ബ്രഹ്മാണ്ഡ ഗുണ്ടുകളെ വെച്ച് നോക്കുമ്പോൾ ARMന്റെ ടെക്നിക്കൽ സൈഡ് ഭയങ്കര സ്ട്രോങ് ആണ്. 30-40 കോടിയാണ് ബഡ്ജറ്റ്. പക്ഷേ ആ ഒരു എമൗണ്ട് വളരെ വൈസായിട്ട് തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. പീരിയോഡിക് സിനിമകൾ കാണിക്കുമ്പോൾ ഏതെങ്കിലും ഒരു കാലഘട്ടം കാണിക്കാൻ തന്നെ നന്നായിട്ട് ബുദ്ധിമുട്ടാറുണ്ട്. പക്ഷേ ഇവിടെ 3 വ്യത്യസ്ത കാലഘട്ടങ്ങളെ വളരെ അടിപൊളിയായിട്ട് കാണിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് എടുത്തു പറയേണ്ട ഏറ്റവും വലിയ പോസിറ്റീവായിട്ട് തോന്നിയത്. അതുപോലെ തന്നെ 3 കാലഘട്ടത്തിലുമുള്ള ക്യാരക്ടേഴ്സിനെ വളരെ ഗംഭീരമായിട്ട് തന്നെ ടോവിനോ അവതരിപ്പിച്ചിട്ടുണ്ട്. ആൻഡ് ടീസറും ട്രെയിലറും കണ്ടപ്പോൾ നമ്മൾ പ്രഡിക്റ്റ് ചെയ്ത പോലെ തന്നെ മണിയൻ എന്ന് പറയുന്ന കഥാപാത്രം തന്നെയാണ് ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്തിട്ടുള്ളത്. മേക്കിങ്ങിലേക്ക് വരുമ്പോൾ തിരക്കഥ എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് അതൊക്കെ അതുപോലെ തന്നെ ഡെലിവർ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് ഭയങ്കര അടിപൊളിയായിരുന്നു. സെക്കൻഡ് ഹാഫിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് ഹാഫിൽ നമുക്ക് ഫീൽ ചെയ്ത ആ ഒരു സ്ട്രെങ്തിന് എവിടെയൊക്കെയോ ചെറിയൊരു കുറവ് വന്ന പോലെ തോന്നി എന്നുള്ളതല്ലാതെ എടുത്തു പറയത്തക്ക വേറൊരു നെഗറ്റീവും എനിക്ക് സിനിമയിൽ തോന്നിയിട്ടില്ല. മ്യൂസിക് ആണെങ്കിലും ആർട്ട് വർക്ക് ആണെങ്കിലും എടുത്തു പറയേണ്ടത് ഏറ്റവും പഴയ കാലഘട്ടം കാണിക്കുന്ന സമയത്തുള്ള ആർട്ട് വർക്കും കോസ്റ്റ്യൂമും മേക്കപ്പും ഒക്കെ ഭയങ്കര ഗംഭീരമായിരുന്നു. ഞാനൊക്കെ ഇങ്ങനെ ഇതൊരു 30 കോടി പടമാണോ എന്നുള്ള രീതിയിൽ ഇരുന്നു പോയി. അത്ര ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഏതൊരു ഏജിലുള്ള ഓഡിയൻസ് ആണെങ്കിലും വളരെ ഗംഭീരമായിട്ട് ഈ സിനിമ എൻജോയ് ചെയ്യാൻ പറ്റും. 3D സിനിമയാണ്, പക്ഷേ വലിയൊരു 3D എക്സ്പീരിയൻസ് ഒന്നും പ്രതീക്ഷിക്കേണ്ട. കാരണം 2Dയിൽ ഷൂട്ട് ചെയ്തതാണ് സിനിമ. അത് പിന്നീട് 3Dയിലേക്ക് കൺവേർട്ട് ചെയ്യുകയായിരുന്നു. എന്നിരുന്നാലും 3D എലമെൻറ്റ്സ് ഒക്കെ ഭയങ്കര നൈസായിരുന്നു. ചില സമയത്തൊക്കെ 3D ഭയങ്കര എൻജോയ് ചെയ്യാൻ പറ്റും നമുക്ക്. അതുപോലെ തന്നെ മ്യൂസിക് ആണെങ്കിലും ആക്ഷൻ ആണെങ്കിലും ആ ഒരു സീൻ എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് അത് അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. മൊത്തം ടീം ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട്. ആ എഫേർട്ട് നമുക്ക് ആ ഒരു ഔട്ട്പുട്ടിൽ കാണാനും കഴിയും. VFX സീനുകൾ ഒരുപാടുണ്ട്, പക്ഷേ പല സ്ഥലത്തും ഇത് VFX ആണോ എന്ന് നമ്മൾ മറന്നു പോകുന്ന രീതിയിലാണ് അത് കാണിച്ചിരിക്കുന്നത്. സോ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ നമുക്ക് തിയേറ്ററിൽ കിട്ടുന്നതാണ്. നിങ്ങളിപ്പോൾ ഓണത്തിന് ഫാമിലി ആയിട്ടൊക്കെ ഒരു സിനിമ കാണാൻ പോകണം എന്നൊരു ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ചോയ്സ് തന്നെയായിരിക്കും ARM. ഒരിക്കലും നിങ്ങൾ നിരാശരാകേണ്ടി വരില്ല. സോ എല്ലാവരും സിനിമ പോയി കാണുക. ശരി എന്നാൽ.